ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. അൺബിലീവബിൾ അല്ലെങ്കിൽ അവിശ്വസനീയം എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുന്ന ഒരു മത്സരം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയത്ത് നിന്ന് മത്സരം തിരിച്ചു പിടിച്ച് ഇന്ത്യ ലോക ചാമ്പ്യന്മാരായിരിക്കുകയാണ്. 17 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ T20 ലോകകപ്പിൽ മുത്തമിടുന്നത്. 13 വർഷത്തിന് ശേഷമാണ് ഒരു വേൾഡ് കപ്പ് ഇന്ത്യ നേടുന്നത്. 2011 ഏകദിന ലോകകപ്പിന് ശേഷം 13 വർഷമായി ഒരു ലോകകപ്പ് ഇന്ത്യ നേടിയിട്ട്. 11 വർഷമായി ഒരു ICC ടൂർണമെന്റ് ജയിച്ചിട്ട് 2013 ധോണിയുടെ നേതൃത്വത്തിലായിരുന്നു നമ്മൾ ചാമ്പ്യൻസ് ട്രോഫി നേടിയത്. അതിനുശേഷം ഇപ്പോൾ 13 വർഷമായിരിക്കുന്നു. ധോണിയുടെ നേതൃത്വത്തിൽ തന്നെ 2007 T20 ലോകകപ്പ് ആദ്യ ലോകകപ്പായിരുന്നു അത് ജയിച്ചതിന് ശേഷം വീണ്ടും ഇത്രയും വർഷം 17 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഇന്ത്യക്ക്. 2023 ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലേറ്റ പരാജയം, അതിൻ്റെ ഒരു വിഷമം മാറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഇന്ത്യക്ക് വീണ്ടും ഒരു ലോകകപ്പ് വരികയും ആ ലോകകപ്പിൽ ജയിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തിരിക്കുന്നു. അവിശ്വസനീയം എന്നല്ലാതെ ഇതിന് മറ്റൊരു വാക്ക് എനിക്ക് ഉപയോഗിക്കാനില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ഓവർ വരെ മത്സരം 100% നമ്മൾ വിൻ പ്രഡിക്റ്ററിൽ നോക്കുകയായിരുന്നെങ്കിൽ 96.5% സൗത്ത് ആഫ്രിക്ക ജയിക്കും എന്നുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു ആ സമയത്ത് 15 ഓവർ കഴിയുമ്പോൾ. അതായത് വെറും 3.5% മാത്രമായിരുന്നു ഇന്ത്യയുടെ വിജയ സാധ്യത എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇന്ത്യയുടെ ബൗളേഴ്സ് ഇങ്ങനെ ഒരു വിജയം ഇന്ത്യക്ക് നേടിക്കൊടുത്തിരിക്കുന്നത്. ഇതിന് അവിശ്വസനീയം എന്നല്ലാതെ മറ്റെന്ത് വാക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുക? അൺബിലീവബിൾ, ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു മത്സരം. ബോളേഴ്സിന്റെ ആ ഒരു പ്രകടനത്തെ പറ്റി മാത്രമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 15 ഓവർ കഴിയുമ്പോൾ 30 ബോളിൽ 30 റൺസ് വേണം എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു സൗത്ത് ആഫ്രിക്ക. ലോകത്തിലെ ഏറ്റവും മികച്ച മിഡിൽ ഓർഡർ ബാറ്റർമാരായിട്ടുള്ള ഡേവിഡ് മില്ലറും ഹെൻറിച്ച് ക്ലാസിനും ക്രീസിൽ. ആ ഒരു സമയത്ത് മത്സരം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ 24 ബോളിൽ 26 റൺസായി. ആ സമയത്ത് ജസ്പ്രീത് ബുംറയുടെ 16ാമത്തെ ഓവറിൽ 4 റൺസ് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. 24 ബോളിൽ 26 റൺസ് എന്ന് പറയുന്ന ആ ഒരു സമയത്താണ് ഇന്ത്യ കാത്തിരുന്ന ആ ഒരു നിമിഷം സംഭവിക്കുന്നത്. അതായത് ഹാർദിക് പാണ്ഡ്യയുടെ ബോളിൽ അനാവശ്യമായ ഒരു ഷോട്ട് കളിച്ച് ഹെൻറിച്ച് ക്ലാസൻ ഔട്ടാവുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഇന്ത്യയുടെ ബൗളിംഗ് പെർഫോമൻസ് എന്ന് പറയുന്ന ആ ഓവർ എറിഞ്ഞ ഹാർദിക് പാണ്ഡ്യ വളരെ നന്നായിട്ട് ബോൾ ചെയ്തു. വീണ്ടും അടുത്ത ഓവറിൽ ജസ്പ്രീത് ബുംറ വന്നിട്ട് മാർക്കോ യാൻസനെ ഔട്ടാക്കിയ ഒരു ബോളും ആ ഓവറിൽ അദ്ദേഹം എറിഞ്ഞ ബോളുകളും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ടൂർണമെന്റിലെ മികച്ച താരം മറ്റാരുമല്ല, ജസ്പ്രീത് ബുംറ തന്നെയാണ് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ഓവർ അർഷദീപ് അതിലും മികച്ചൊരു ഓവർ. ലാസ്റ്റ് ഓവറിൽ 16 റൺസ് വേണമെന്നുള്ളൊരു സിറ്റുവേഷനിൽ ഡേവിഡ് മില്ലർ ബാറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഫസ്റ്റ് ബോൾ ഫുൾ ടോസ് പോയി ഹാർദിക് പാണ്ഡ്യയുടെ കയ്യിൽ നിന്ന്. പക്ഷേ അതിമനോഹരമായ ആ ഒരു പ്രഷർ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് സൂര്യകുമാർ യാദവ് എടുത്ത ആ ഒരു ക്യാച്ച് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ക്യാച്ച് എടുക്കുക എന്ന് പറയുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന്. അതോടുകൂടിയാണ് ഇന്ത്യ മത്സരം സീൽ ചെയ്തത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ശരിക്കും പറയുവാണെങ്കിൽ 10 ഓവർ കഴിഞ്ഞപ്പോൾ, അതായത് 11ാമത്തെ ഓവർ തൊട്ടിട്ട് 15ാമത്തെ ഓവർ വരെ ആ 5 ഓവറിൽ സൗത്ത് ആഫ്രിക്ക അടിച്ചു കൂട്ടിയത് 66 റൺസാണ്. ആ 66 റൺസിൽ ഹെൻറിച്ച് ക്ലാസിന്റെ സംഭാവന എന്ന് പറയുന്നത് 15 ബോളിൽ 41 റൺസാണ്. ഇന്ത്യയുടെ എല്ലാ മികച്ച ബൗളർമാരെയും അദ്ദേഹം തലങ്ങും വിലങ്ങും പ്രഹരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ ഈ മത്സരം ഇന്ത്യ 7 റൺസിനല്ല, മിനിമം ഒരു 27 റൺസിനെങ്കിലും ജയിക്കേണ്ട ഒരു മത്സരമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഹെൻറിച്ച് ക്ലാസിന്റെ ആ ഒരു ക്ലാസ്, അദ്ദേഹം ആർഗ്യൂബിളി ഇന്ന് ലോകത്തുള്ളതിലെ ഏറ്റവും ബെസ്റ്റ് 2020 ബാറ്റർ ആണെന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനം. ആ ഒരു പ്രകടനമാണ് സൗത്ത് ആഫ്രിക്കയെ ഈ മാച്ചിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവസാന 5 ഓവറുകളിൽ ഇന്ത്യ വിട്ടുകൊടുത്തത്, അതായത് 16 ഓവർ തൊട്ടിട്ട് 20ാമത്തെ ഓവർ വരെയുള്ള ഓവറുകളിൽ ഇന്ത്യ വിട്ടുകൊടുത്ത് വെറും 22 റൺസാണ്. 22 റൺസ് എടുക്കുന്നതിൽ അവരുടെ 4 വിക്കറ്റുകളും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മത്സരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിയുന്ന കാഴ്ച, ഇത്രയും മനോഹരമായ ഒരു ഫൈനൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എനിക്ക് 2020 ലോകകപ്പിൽ. അതുപോലെ തന്നെ ഇത് ഒരു വേൾഡ് റെക്കോർഡാണ്. അതായത് അപരാജിതരായിട്ട് ഒരു ടീം ആദ്യമായിട്ടാണ് T20 ലോകകപ്പിൽ കപ്പ് നേടുന്നത് എന്നുള്ളത്. ഇന്ന് ഇന്ത്യയിലെ നഗരങ്ങളിൽ മുഴുവൻ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ മുഴുവൻ ഒരു ആഘോഷ രാവായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു മതം പോലെയാണ്.
ഇത്രയും ജനങ്ങളുള്ള ഈ 140 കോടി ജനങ്ങളുള്ള ഇത്രയും വലിയൊരു രാജ്യത്ത് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആളുകളാണ് ഇന്ത്യ മുഴുവനുള്ളത്. എല്ലാ നഗരങ്ങളും ഇന്ന് ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി, മുംബൈ, കൊൽക്കത്ത എല്ലാ നഗരങ്ങളും ഈ രാത്രിയിൽ, ഈ അർദ്ധരാത്രിയിൽ ഇളകി മറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ്. അതായത് തോൽവിയുടെ വക്കിൽ നിന്നൊന്നും പറയാൻ സാധിക്കില്ല. തോറ്റ് കഴിഞ്ഞ ഒരു മാച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 24 ബോളിൽ 26 റൺസ് വേണ്ട സമയത്ത് ആ ക്രീസിലുണ്ടായിരുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച 2 2020 ബാറ്റർമാർ. അവരെ വെച്ചുകൊണ്ടാണ് ആ സമയത്താണ് ഇന്ത്യ വിജയം പിടിച്ചെടുത്തത്. ആ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് അർഹിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ ആ 2 ഓവറും ജസ്പ്രീത് ബുംറയുടെ 2 ഓവറും പിന്നെ ആ ഒരു പവർ ഒരു ടൈറ്റ് സിറ്റുവേഷനിൽ മികച്ച ഒരു ഓവർ എറിഞ്ഞ അർഷദീപുമാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു ക്യാച്ച് എടുത്ത സൂര്യകുമാർ യാദവ് ഏറ്റവും മികച്ച ഒരു ക്യാച്ച്. ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയാണ്. എപ്പോൾ ബൗളേഴ്സിനെ യൂസ് ചെയ്യണം, ആ 15 ഓവർ കഴിഞ്ഞിട്ടുള്ള ഓരോ ഓവറുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഒരു പ്ലാനിങ് ആയിരുന്നു ആ 5 ഓവറുകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഡെലിവറി ചെയ്യാനായിട്ട് ഇവർക്കെല്ലാവർക്കും, ഹാർദിക് പാണ്ഡ്യയ്ക്കും ജസ്പ്രീത് ബുംറയ്ക്കും അർഷദീപിനും കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യയുടെ വിജയം എന്ന് പറയുന്നത്. ഏതായാലും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വിരാട് കോഹ്ലി കിങ് കോഹ്ലി ആണ് എന്ന് തെളിയിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രകടനമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇന്റർനാഷണൽ T20 ക്രിക്കറ്റിൽ നിന്ന് ഈ മത്സരത്തോടുകൂടി കിങ് കോഹ്ലി വിരമിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഇന്നിംഗ്സ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. 34 റൺസ് നേടുമ്പോഴേക്കും ഇന്ത്യയുടെ വിലപ്പെട്ട 3 വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. ആ ഒരു പൊസിഷനിൽ നിന്ന് വിരാട് കോഹ്ലിയും ഏറ്റവും മനോഹരമായ ഒരു ഇന്നിംഗ്സ് കളിച്ച അക്ഷർ പട്ടേലും ചേർന്ന്, അക്ഷർ പട്ടേലിന്റെ ഇന്നിംഗ്സ് എന്ന് പറയുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഇന്നിംഗ്സ് ആണ് ഈ ഒരു മത്സരത്തിൽ. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്നിംഗ്സ് ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഈ 176 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തില്ലായിരുന്നു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അക്ഷർ പട്ടേലിനെ ഞാൻ എടുത്തു പറയുകയാണ്, മനോഹരമായ ഒരു ഇന്നിംഗ്സ്. അതുപോലെ തന്നെ എല്ലാവരും എഴുതി തള്ളിയ ഈ ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഒരു മോശം പ്ലെയർ എന്നുള്ള രീതിയിൽ എല്ലാവരും എഴുതി തള്ളിയ ശിവം ദുബെയുടെ ഒരു പെർഫോമൻസ് മികച്ച രീതിയിൽ 2 താരങ്ങൾ പെർഫോം ചെയ്തത് നമ്മളെല്ലാവരും എഴുതി തള്ളി. അല്ലെങ്കിൽ ഈ ടീമിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞ 2 പേരാണ് വിരാട് കോഹ്ലിയും ശിവം ദുബെയും. 2 പേരുമാണ് ഇന്ത്യക്ക് ഈ മികച്ച വിജയം സമ്മാനിച്ചത്, അല്ലെങ്കിൽ അതിൽ കോൺട്രിബ്യൂട്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 176 റൺസ് എന്ന് പറയുന്നത് ഒരു നല്ല സ്കോർ ആയിരുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഇന്ന് കുൽദീപ് ഒരു ഓഫ് കളർ ആയി പോയി എന്നുള്ളതാണ്. 4 ഓവറിൽ 45 റൺസിന് മീതെയുള്ള ഒരു റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓഫ് കളർ ആയി പോയി എന്നുള്ളത്. അതുപോലെ തന്നെ അക്ഷർ പട്ടേലിന്റെ ഒരു ഓവറിൽ 24 റൺസ് നേടാനായിട്ട് ഹെൻറിച്ച് ക്ലാസിന് സാധിക്കുകയും ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം വീണ്ടും പറയുകയാണ്, ഹെൻറിച്ച് ക്ലാസനാണ് ഈ മത്സരം ഇന്ത്യയിൽ നിന്ന് തട്ടിയെടുത്ത ഒരു സമയത്ത്. പക്ഷെ അത് തിരിച്ചു പിടിക്കാനായിട്ട് നമ്മുടെ വജ്രായുധമായ നമ്മുടെ ഇന്ത്യയുടെ എന്താ പറയുക മുത്തായ ജസ്പ്രീത് ബുംറയ്ക്ക് സാധിച്ചു, അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്ത്യ മുഴുവൻ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം T20 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യ ലോകകപ്പ് നേടിയതിനു ശേഷം പിന്നീട് നമുക്കൊരു ലോകകപ്പ് നേടുന്നത് 17 വർഷങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിന്റെ ഒരു ആരാധകരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിൽ മുഴുവനുള്ള അല്ലെങ്കിൽ ലോകത്ത് മുഴുവനുള്ള ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇതൊരു ആഘോഷ രാവാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ മത്സരത്തിനെ പറ്റി പറയാനുണ്ട്. ഒരുപാട് വിശദീകരിച്ച് തന്നെ പറയാനുള്ള ഒരു മത്സരമായിരുന്നു ഇത്. അത് അടുത്ത വീഡിയോയിൽ പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ മത്സരം ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഒരു വീഡിയോ ചെയ്താണ്. ഏതായാലും നാളെ ഇതിനെപ്പറ്റിയുള്ള ഒരു വിശദമായ വീഡിയോ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണുന്നത് വരെ ഗുഡ് നൈറ്റ്. ഏതായാലും ഇന്ത്യയുടെ വിജയം എല്ലാവരും ആഘോഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.